ഗ്രിഡിലേക്ക് പോകാൻ കാരണം കറണ്ട് ബില്ല് മാത്രമല്ല. കറണ്ട് ബില്ലും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ എന്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കണമെങ്കിൽ ഇതിന് ഇൻവെസ്റ്റ് വരുന്നത് ഏകദേശം ഒരു 8-9 കൊല്ലത്തെ KSEBിന്റെ amount നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ആവുന്നുണ്ട്. പക്ഷെ ഇത് ശരിക്കും ഒരു ഫെസിലിറ്റിയാണ് നമുക്ക്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള മീനിങ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു ആവശ്യം നടത്തുക. നമ്മളിപ്പോ ഈ ഫാനും ഇതൊക്കെ വന്നു കാലങ്ങൾ മാറി AC-ലേക്ക് വന്നു. നമ്മളെന്താ AC വെച്ചത്? കാരണം ഒന്നും കൂടെ നമ്മൾ ഫെസിലിറ്റി കൂട്ടി. അതേമാതിരിയാണ് ഞാൻ എന്റെ അറിവ് ഈ ഓഫ് ഗ്രിഡ് എന്ന് പറയുന്നത് KSEBിന്റെ ബില്ല് കുറയ്ക്കുക എന്നുള്ളതിലൊന്നുമല്ല. നമുക്കൊരു ഫെസിലിറ്റി, നമ്മൾ KSEBിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് സ്വന്തമായിട്ട് വൈദ്യുതി ഉത്പാദിപ്പിച്ചുള്ള ഊർജ്ജം നമ്മൾ സൗരോർജ്ജം ഉണ്ടാക്കിയിട്ട് നമ്മൾ ബാക്കപ്പ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നിങ്ങൾ രണ്ടോ ഓപ്ഷൻ തന്നതിന് ഞാൻ 1 കിലോവാട്ടാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അതെനിക്ക് തോന്നി ബെറ്റർ. നിങ്ങൾക്ക് എന്തായാലും അത് അപ്ഗ്രേഡ് ചെയ്യണമെന്നുള്ള ഉദ്ദേശമുണ്ട്. അപ്പൊ പിന്നെ ആ സമയത്ത് ഈ ഇൻവെർട്ടർ ഒക്കെ വേസ്റ്റ് ആവും, നമ്മൾ മുടക്കിയ കാശിലൊക്കെ വേസ്റ്റ് ആണ്. അപ്പൊ അതിലും നല്ലത് നമ്മൾ ചെയ്യുമ്പോൾ ഇത് ചെയ്യാന്ന് ഞാൻ അതാ ഉദ്ദേശിച്ച് പറഞ്ഞത്. ഇപ്പൊ ബാറ്ററി നമുക്ക് 2 ഉണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു പാനൽ കൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഡേ ടൈമിൽ കുറച്ചുകൂടി ലോഡ് കൂടുതൽ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് പാനൽ ആഡ് ചെയ്യാൻ കഴിയും. അപ്പൊ ആ രീതിക്കുള്ള സിസ്റ്റം. പിന്നെ അതിന് പറ്റുന്ന MPPT നമ്മൾ ചെയ്തേക്കുന്നത്. കാരണം ഇത് 60 ആംപിയർ MPPT ആണ്. ഇതിൽ നമുക്ക് 1800 വാട്ട്സ് പാനൽ കൊടുക്കാം. 1800 വാട്ട്സ് പാനൽ മാക്സിമം കൊടുക്കാൻ പറ്റും. ഒരു പാനോട് നമുക്ക് ആഡ് ചെയ്താൽ നമുക്ക് 1800 വാട്ട്സ് ആവുന്നില്ല, 1600 സംതിങ്. ഇപ്പൊ നമ്മുടെ 540ന്റെ 2 പാനലാണ് വെച്ചേക്കുന്നത്. UTLന്റെ ബൈഫേഷ്യലാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇനി എന്റെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് പ്രൊഡക്ഷൻ കിട്ടും. പിന്നെ അതിന്റെ ഷെയ്ഡുകൾ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. മരങ്ങളുടെ ഷെയ്ഡ് കുറച്ചുണ്ട്, അതും കൂടി കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്താൽ മതി. പിന്നെ ഇതിൽ നമുക്ക് പാനലിനെയും ആഡ് ചെയ്യാം. 3 പാനൽ കൊടുക്കാൻ പറ്റും. സുഖമായിട്ട് 3 പാനൽ കൊടുക്കാവുന്ന MPPT ആണ്. 60 ആംപിയർ, സൂര്യ 60 ആണ്. അപ്പൊ നാളെ രാവിലെ ഇതിന്റെ പ്രൊഡക്ഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ കഴിയുള്ളൂ. കാരണം നാളെ നമ്മൾ DC ബ്രേക്കർ ഓൺ ചെയ്ത് കൊടുത്ത് ഇതിൽ സോളാറിന്റെ പ്രസൻസും സോളാറിന്റെ ചാർജിങ്ങും ലൈറ്റ് വരും. അതിനുശേഷം ഈ ലോഡ് ഓൺ സോളാർ ഓൺ ആവും. അതായത് റിലേ ഓൺ ആവുന്ന ബാറ്ററിയിലേക്ക് റിലേ ഓൺ ആവും. ബാറ്ററി ചാർജ് ആയതിനു ശേഷമാണ് കറണ്ടിലേക്ക് കട്ട് ചെയ്തിട്ട് സോളാറിലോട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം ഫുള്ളായിട്ട് നമുക്ക് സോളാറിന്റെ എനർജിയിലാണ് യൂസ് ചെയ്യുന്നത്. സോളാറിന്റെ എനർജി എന്ന് പറയുമ്പോൾ ബാറ്ററിയുടെ ഔട്ട്പുട്ടിനാണ് കിട്ടുന്നത്. പക്ഷെ നമുക്ക് ഡേ ടൈമിൽ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ഒരുപോലെ നമുക്ക് നടന്നുകൊണ്ടിരിക്കും. റൊട്ടേഷൻ നടന്നുകൊണ്ടിരിക്കും. ഈവനിങ് ആകുമ്പോൾ ഈ ചാർജിങ് കട്ട് ഓഫ് ആവും, ഡിസ്ചാർജിങ് മാത്രമാവും. ഈ ഡിസ്ചാർജിങ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു 11.5 ഒരു ബാറ്ററി. 2 ബാറ്ററി ആകുമ്പോൾ ഒരു 23 വോൾട്ട്. 23 വോൾട്ടിൽ എത്തിക്കഴിയുമ്പോൾ ഇത് എന്ത് ചെയ്യും? കട്ട് ഓഫ് ചെയ്ത് കറണ്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. പിന്നെ കറണ്ടിൽ റൺ ചെയ്യും. ഇൻ കേസ് കറണ്ട് രാത്രി ഒരു 2 മണിക്ക് 3 മണിക്ക് ഇത് ഷിഫ്റ്റ് ആയതിനു ശേഷം പിന്നീട് കറണ്ട് പോവുകയാണെങ്കിൽ ആ ബാലൻസ് ഉള്ള ബാക്കപ്പ് നമുക്ക് വീണ്ടും തരും. അങ്ങനെയാണ് ഇതിന്റെ വീണ്ടും തരും. സേവ് ചെയ്ത് വെച്ച എനർജി വീണ്ടും നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഇതിന്റെ KSEB വീണ്ടും കട്ടായാൽ ആ ബാലൻസ് ഉള്ള ഒരു 40% സ്റ്റോറേജ് വെച്ചാൽ ആ സ്റ്റോറേജ് എനർജി വീണ്ടും നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം വരുന്നത്. പിന്നെ മോർണിംഗ് ആകുമ്പോൾ വീണ്ടും ഇത് സോളാറിലോട്ട് ചാർജിങ് സ്റ്റാർട്ട് ചെയ്യും. ബാറ്ററി ചാർജ് ആയതിനു ശേഷം ഓട്ടോമാറ്റിക്കലി കറണ്ടിനെ കട്ട് ചെയ്ത് പിന്നെ നമുക്ക് സോളാറിലൂടെ വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ റൊട്ടേഷൻ വരുന്നത്. അപ്പൊ ഇതിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇൻ കേസ് എപ്പോഴെങ്കിലും കറണ്ടിൽ ചാർജ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ ബാക്കിലുള്ള സ്വിച്ച് മാറ്റി കൊടുക്കുക. ഗ്രിഡ് സോളാറിനുള്ള സ്വിച്ച് ചേഞ്ച് ചെയ്ത് കൊടുത്ത് കറണ്ടിൽ ചാർജിങ് ചെയ്യാം. അത് എല്ലാ സമയത്തും ചെയ്യണം എന്നല്ല, ഒരു 4 മാസം കൂടുമ്പോൾ ഒരു തവണ ചെയ്താൽ മതി. അല്ലെങ്കിൽ മഴ സമയത്ത് കണ്ടിന്യൂ മഴ പെയ്യുന്ന സിറ്റുവേഷനിൽ മാത്രം അത് ചെയ്യുക. വേറെ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നാളെ രാവിലെ ഇത് ഓൺ ചെയ്ത് കൊടുക്കുക. ഇതിന്റെ സ്വിച്ച് ഇപ്പൊ നമ്മൾ KSEBിലാണ് ചാർജ് ചെയ്യുന്നത്. ഇത് സോളാർ മോഡിലേക്ക് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ജസ്റ്റ് ഇതിന്റെ ബാക്കിലെ സ്വിച്ച് നമ്മൾ സോളാർ മോഡ് ഇട്ട് കഴിയുമ്പോൾ ഒരു സിമ്പിൾ വന്നു കണ്ടോ. ഈ ഒരു സിമ്പിൾ വന്നു കഴിയുമ്പോൾ ഒരു സൺലൈറ്റ് സിമ്പിൾ വന്നു. അപ്പൊ സോളാറിലാണ് ചാർജിങ് ചെയ്യുക. അപ്പൊ ഇതിൽ എഴുതി കാണിക്കുകയും ചെയ്യും സോളാർ ചാർജിങ് ഓൺ എന്നൊക്കെ എഴുതി കാണിക്കും. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ ഇത് KSEBിൽ ചാർജ് ചെയ്ത് നമ്മുടെ ബാറ്ററിയുടെ ഗ്രാവിറ്റി ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഫുള്ളായിട്ട് ബാറ്ററി ഫസ്റ്റ് നമ്മൾ KSEB ചാർജ് ചെയ്ത് നാളെ തൊട്ട് നമ്മൾ സോളാർ ചാർജിങ് ഓൺ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മാറ്റേണ്ടതില്ല. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഇതിലൊന്നും ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇതിൽ വിഷ്വൽ ചെയ്യാം. നമുക്ക് ബാറ്ററിയുടെ വോൾട്ടേജും സോളാറിൽ നിന്ന് വരുന്ന പ്രൊഡക്ഷനും ആംബിയറും വാട്ട്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൽ അറിയാൻ കഴിയും. കംപ്ലീറ്റ് നമുക്ക് ഡേ ടൈമിലെ ഉപയോഗങ്ങൾ നമുക്ക് 1 by 1 ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം യൂസ് ചെയ്യാം. അപ്പൊ നമ്മുടെ AC ഒഴികെ ബാക്കിയുള്ള ഒരു ലോഡൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു മോട്ടറൊക്കെ HP മോട്ടർ. അപ്പൊ മോട്ടറൊക്കെ നമ്മൾ അടിക്കുമ്പോൾ ഏർലി മോർണിംഗ് അടിക്കാതെ ഈ റിലേ ഓൺ ആയതിനു ശേഷം നമ്മൾ ചെയ്യാം. സോളാറിലേക്ക് വന്നതിന് ശേഷം നമ്മളുടെ ഉപയോഗങ്ങൾ മാക്സിമം ചെയ്യാം. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് വീട്ടിലുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. കാരണം വൈഫിനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കാരണം ഈ ലൈറ്റ് ബ്ലൂ ലൈറ്റ് ഇവിടെ കത്തിയതിനു ശേഷം മാത്രം നമ്മൾ, അതായത് സോളാറിൽ വർക്കിംഗ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുക. ഈ ബ്ലൂ ലൈറ്റ് കത്തുന്നതിന് മുമ്പ് നിങ്ങൾ മോട്ടോർ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്താൽ അത് കറണ്ടിലായിരിക്കും. നമ്മളുടെ KSEBിയുടെ മീറ്റർ റീഡിംഗ് ആവും. അതേസമയം ഈ ബ്ലൂ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ നമ്മൾ മോട്ടോർ അടിച്ചാൽ നമ്മുടെ മീറ്റർ റീഡിംഗ് ആവില്ല. അത് ഇതിൽ നിന്ന് വർക്ക് ചെയ്തോളൂ. ഈ സോളാർ സപ്ലൈയിൽ വർക്ക് ചെയ്യും. അപ്പോൾ നമ്മളുടെ ഉപയോഗം നമ്മൾ നടത്തുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു പീക്ക് ടൈം ഉണ്ട്. നമുക്ക് വെയിൽ കിട്ടുന്ന ആ സമയമുണ്ടല്ലോ, ഒരു 11 മണിക്ക് ശേഷം ഒരു 3 മണി വരെ, അല്ലെങ്കിൽ 10 മണിക്ക് ശേഷം ഒരു 3 മണി വരെ, ആ ഒരു സമയത്ത് നമ്മൾ ഉപയോഗങ്ങൾ മാക്സിമം നടത്തുക.
മഴയുള്ള സമയത്ത് മഴക്കാലമാണ്, മഴയുള്ള സമയത്തെ കാര്യമല്ല പറഞ്ഞ് നോർമൽ ഒരു സിറ്റുവേഷനിലെ കാര്യം അങ്ങനെയാണ്. അപ്പോൾ നമ്മളെ പീക്ക് ടൈമിൽ യൂസ് ചെയ്യുക, ഈ ബ്ലൂ ലൈറ്റ് കത്തിയതിനു ശേഷം മാക്സിമം യൂസ് ചെയ്യുക. ഈവനിങ് സമയത്ത് നമ്മൾ ലോഡുകൾ നമുക്ക് ആവശ്യമുള്ള ലോഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ബാക്കപ്പ് നമുക്ക് കൂടുതൽ സമയം കിട്ടും. അത് ഈവനിങ് നമുക്ക് അനാവശ്യമായിട്ടുള്ള ലൈറ്റും ഫാനൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള മാത്രം ആവശ്യമുള്ള ഉപയോഗിക്കണമല്ലോ. ആവശ്യമുള്ള ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്ലൂ ലൈറ്റ് ഓഫ് ആവാതെ ചിലപ്പോൾ മോർണിംഗ് വരെ ഇതിൽ തന്നെ വർക്ക് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ കറണ്ടിലേക്ക് ഷിഫ്റ്റ് ആവില്ല. കറണ്ടിലേക്ക് ഷിഫ്റ്റ് ആയാലും നമ്മുടെ മീറ്റർ റീഡിങ് ആവുള്ളൂ. അപ്പോൾ ഡേയും നൈറ്റും നമുക്ക് ഇത് തന്നെ റൺ ആവും. പക്ഷെ നമ്മുടെ വീട്ടിലെ ഉപയോഗം കൂടുതലാണെങ്കിൽ ഇതെന്ത് ചെയ്യും? ഇത് ഓഫായി പോകും, കറണ്ടിലേക്ക് ഷിഫ്റ്റ് ആവും, മീറ്റർ റീഡിങ് ആവും. രാവിലെ ആവുമ്പോൾ വീണ്ടും സോളാറിൽ വന്ന് ചാർജ് ആയതിനു ശേഷം ഇതിലേക്ക് നമ്മുടെ ബാറ്ററി ഇപ്പോൾ ഡേ ടൈമിൽ മാത്രമേ ചാർജ് ആവുള്ളൂ, നൈറ്റിൽ ഒരിക്കലും ചാർജിങ് നടക്കില്ല, ഡിസ്ചാർജിങ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടം പോലെ കണ്ടത് അതിൽ ഒരുപാട് വീഡിയോകൾ നമ്മൾ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈനാണിത്. ഇതൊരിക്കലും നമ്മൾ മാറ്റി കണക്ട് ചെയ്യരുത്. ഇത് ബൈപ്പാസ് ഉള്ള സംഭവം ഞാൻ തന്നിട്ടുണ്ട്, അത് ചെയ്യുക. പിന്നെ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഈ ഡിസ്പ്ലേയിൽ വിഷ്വൽ ചെയ്യാൻ കഴിയും, ഈ ഡിസ്പ്ലേയിലും വിഷ്വൽ ചെയ്യാൻ കഴിയും കേട്ടോ. ഇപ്പൊ ഇൻവെർട്ടർ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടർ സ്വിച്ച് ഓണിലാണ്. ബാക്കിൽ ഔട്ട്പുട്ട് ബ്രേക്കറും ഉണ്ട്, നമുക്ക് പവർ ഓഫ് ചെയ്യാനുള്ള ബ്രേക്കർ. ബൈപ്പാസ് ചെയ്യുന്ന സിറ്റുവേഷൻ, ഇൻ കേസ് ബൈപ്പാസ് ചെയ്യേണ്ട അവസ്ഥ വന്നാൽ ഇത് ഓഫ് ചെയ്ത് ബാക്കിലെ ബ്രേക്കർ ഓഫ് ചെയ്തിട്ട് വേണം ഇത് റിമൂവ് ചെയ്യാൻ. ബാക്കിലെ ബ്രേക്കർ ഔട്ട്പുട്ട് ബ്രേക്കർ, അതെ ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട്, ഫുൾ ആയിട്ട് ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട്. ഓക്കെ. പിന്നെ ഇത് ഇൻ കേസ് ഇടിമിന്നലൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വൈകുന്നേരം മഴ ഇടിയൊക്കെ വരിക, മിക്കവാറും വൈകുന്നേരങ്ങളിലൊക്കെ ആവും. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് ഓഫ് ചെയ്തിടാം. എല്ലാ ദിവസവും ഓഫ് ചെയ്യണമെന്നില്ല. ഇൻ കേസ് ഇടി പൊട്ടുന്ന സിറ്റുവേഷനിൽ മാത്രം ഓഫ് ചെയ്താൽ മതി, ബ്രേക്ക് ചെയ്യാൻ വേണ്ടി. സോളാറിന്റെ സപ്ലൈ നമുക്ക് കട്ട് ഓഫ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ബ്രേക്കറാണിത്. ഡയറക്റ്റ് നമുക്ക് കൊടുക്കാൻ കഴിയും, പക്ഷെ നമ്മൾ ബ്രേക്കർ വെച്ചിട്ടാണ് കൊടുക്കാറ്. അപ്പോൾ ഒന്ന് കട്ട് ഓഫ് ചെയ്യാം. എന്തെങ്കിലും മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ പവർ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പാനലിന്റെ മുകളിൽ പോയിട്ട് നമ്മൾ കണക്ഷൻ റിമൂവ് ചെയ്യണം. അപ്പോൾ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ DC ബ്രേക്കർ. ഒരു 32 ആംപിയറാണ്, ഹാവൽസിന്റെ ബ്രേക്കറാണ്. ഇത് നമുക്ക് ഓൺ ചെയ്താൽ നമ്മുടെ സപ്ലൈ ഇങ്ങോട്ട് വരും. അങ്ങനെയാണ് സ്ഥിതി. ഓക്കെ. അപ്പോൾ ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇനി നിങ്ങൾക്ക് ബാക്കി എന്തെങ്കിലും പറയാം, നമ്മളെ പ്രേക്ഷകരോട് പറയാം. സോളാർ ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരു ടെൻഡൻസി നിൽക്കുന്നുണ്ടാവും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളെ വകയിൽ എന്തെങ്കിലും പറയാം. അതെ, അത് നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ സജഷൻ നിങ്ങൾക്ക് പറയാം. സോളാർ വെക്കാൻ ഉദ്ദേശിക്കുന്നതോട് എനിക്ക് പറയാമെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും KCBന്റെ മാത്രം കറണ്ട് തീരെ ചെലവാക്കില്ല, നമുക്ക് ബില്ലൊന്നും വരില്ല എന്ന് ഉദ്ദേശിച്ചിട്ട് ഒരിക്കലും ഇതിലേക്ക് വരുന്നതെന്ന് എനിക്ക് പറയാം. ഒരു ഫെസിലിറ്റി നമുക്ക് KCBനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ, എന്നാൽ അത് വെക്കുമ്പോൾ എന്തായി നമുക്ക് KCBന്റെ ഒരു നമ്മളെ ഈ ഇൻവെസ്റ്റിന്റെ ഒരു ആവറേജ് എമൗണ്ട് ഒക്കെ നമുക്ക് KCBന്റെ ഇൻവെസ്റ്റ് നമുക്ക് കുറയും. കാരണം ഓൾറെഡി നമ്മൾ ലെവലിൽ പോവല്ലേ. അപ്പോ ഓഫ് ഗ്രിഡ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യാൻ, കാരണം അതൊരു ഫെസിലിറ്റി ആയിട്ട് കാണാം. ലോൺ ഗ്രിഡ് വെക്കണമെങ്കിൽ നിങ്ങൾ ഓഫ് ഗ്രിഡ് വേറെ വെക്കണം. അതെ. അപ്പൊ KCBന്റെ ബില്ല് വരരുത് എന്ന് വിചാരിച്ചിട്ട് ആരും ഇതിലേക്ക് പോകണ്ട. ഒരു ഫെസിലിറ്റി നമ്മുടേതായിട്ടുള്ള പവർ ഉണ്ടാക്കിയിട്ട് നമ്മൾ അഡീഷണൽ ഫെസിലിറ്റി ആയിട്ടാണ് പോകുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ വരെ ഞാൻ പ്ലാൻ മാറ്റി ഒരുപാട് ചിന്തിക്കേണ്ട. 1 കിലോവാട്ട് എപ്പോഴും ബെറ്റർ. 3 കിലോവാട്ട് ആണ്, കാരണം അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ പിന്നെ അത് കൂടുതൽ എക്സ്പെൻസ് ആണ്. അല്ല, ചെറിയ ബില്ല് വരുന്നവർക്ക് 1 കിലോവാട്ട് ചെയ്താൽ നല്ല കാര്യമാണ്. പറഞ്ഞ മാതിരി വളരെ റയർ ആൾക്കാരാണ് അത്രയും കുറഞ്ഞ വാട്സിലൊക്കെ ഉപയോഗിക്കുന്നത്. 1000-1500 രൂപ മാക്സിമം അത്യാവശ്യ സാധനങ്ങൾ പറഞ്ഞ മാതിരി ഇപ്പൊ ഒരു വാഷിംഗ് മെഷീൻ, ഒരു ഫ്രിഡ്ജും പിന്നെ മോട്ടോർ ഇല്ലാത്ത വീടില്ല. അതെ. പിന്നെ 3 കിലോവാട്ടിനെ വേണ്ടിയിരുന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അതെ, മാക്സിമം നമുക്ക് 2 ബാറ്ററി ഉണ്ടെങ്കിൽ 2 ബാറ്ററിയുടെ ബാക്കപ്പ് ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സമയം ബാക്കപ്പ് കിട്ടും. കൂടുതൽ കറണ്ട് പോകുന്ന ഏരിയയിലൊക്കെ എപ്പോഴും ബാറ്ററി ബാക്കപ്പ് വേണമെങ്കിൽ 2 ബാറ്ററി ചെയ്യേണ്ടി വരും. നമ്മൾ 200 AHന്റെ ബാറ്ററിയാണ് ചെയ്തത്. നമുക്ക് ആ ബാറ്ററി ഒന്ന് വിഷ്വൽ ചെയ്യാം. ഈ ബാക്ക് സൈഡിൽ നമ്മൾ ബാറ്ററി വെച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടികളൊക്കെ ഒന്ന് വന്ന് തടസ്സം ഉണ്ടാവേണ്ടത് വിചാരിച്ചിട്ട് ഈ ഒരു സൈഡിലേക്ക് നമ്മൾ ചെയ്തു. ഒരു ഓപ്പൺ സ്പേസിലാണ് സെലക്ട് ചെയ്ത്. അപ്പോൾ നേരെ കേബിൾ ഇങ്ങോട്ട് ഇട്ട് ഇവിടെ നമ്മൾ 2 ബാറ്ററി സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തു. 24 വോൾട്ട് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്ത് 24 വോൾട്ട് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. UTLന്റെ ബാറ്ററിയാണ്. 5 ഇയർ റീപ്ലേസ്മെന്റ് ഉണ്ടാവുന്നതിന്, 60 മന്ത് വാറണ്ടി. അത് ഓൺ സൈറ്റ് വാറണ്ടിയാണ്. ഇനി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ വന്നിട്ട് ഇത് ചെക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെ അതിന് എന്താണ് പ്രോബ്ലം ഇതിന്റെ റീപ്ലേസ് ഉണ്ടെങ്കിൽ റീപ്ലേസ് അവർ തരും. അതുകൊണ്ടാണ് നമ്മൾ UTLന്റെ ബാറ്ററി നമ്മൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ഓൺ സൈറ്റ് വാറണ്ടി കിട്ടുന്ന പ്രൊഡക്റ്റുകൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇൻവെർട്ടറിനാണെങ്കിലും നമുക്ക് ഓൺ സൈറ്റ് വാറണ്ടി ഉണ്ടാവും. ഈ ലഗ്നോന്റെ ഇൻവെർട്ടർ ആണെങ്കിലും ഓൺ സൈറ്റ് വാറണ്ടി സർവീസ് ഉണ്ട്. പാനലിന് 25 ഇയർ ആണ് വാറണ്ടി വരുന്നത്. അതിൽ 10 ഇയർ നമുക്ക് റീപ്ലേസ്മെന്റ് ഉള്ളതാണ്. 10 ഇയർ, അതെ, 15 വർഷം അവരുടെ പെർഫോമൻസ് വാറണ്ടി എന്നാണ് പറയുന്നത്. ടോട്ടൽ വാറണ്ടി 25 ഇയർ ആണ്. അത് എല്ലാ പാനൽസിനും ആ ഒരു റേഞ്ചാണ് വരുന്നത്. അതെ, 10 വർഷമാണ് റീപ്ലേസ്മെന്റ് വരുന്നത്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് അവരുടെ പ്രൊഡക്ഷൻ കുറവ് അങ്ങനത്തെ കാര്യങ്ങൾക്കാണ്, ടെക്നിക്കൽ പരമായിട്ട് പ്രശ്നങ്ങൾക്കാണ് അവർ റീപ്ലേസ് പറയുന്നത്. അല്ലാതെ തേങ്ങ വീണാൽ റീപ്ലേസ് ഇല്ല, അങ്ങനെ അതെ ഡാമേജിൽ വന്നു. അപ്പൊ അതൊന്നും നമുക്ക് പറ്റില്ല. അതെ, നോർമലി അവര് ടെക്നിക്കൽ പരമായിട്ട് അതിന് പ്രൊഡക്ഷൻ കുറവ് അങ്ങനത്തെ അവർ ചെക്ക് ചെയ്തതിനു ശേഷം അതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സർവീസ് ചാർജ് എന്തെങ്കിലും വരാൻ സാധ്യത ഉണ്ട്.
10 വർഷമാണ് നമ്മൾ ഇത് വരുന്നുള്ളൂ. വാറണ്ടി റീപ്ലേസ്മെന്റ് വാറണ്ടി 10 ഇയർ തന്നെ ഉള്ളൂ. അതൊരുവിധം എല്ലാ കമ്പനിയുടെ പാനലും ആ ഒരു സെയിം തന്നെ വരുന്നത്. അപ്പൊ നമ്മളെ വീഡിയോ കാണാം AR-Info യൂട്യൂബ് ചാനൽ. കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ അറിയണമെങ്കിൽ എന്താ പറയാ വർക്കിനെ കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം മുപ്പര വീഡിയോനെ കണ്ടാൽ തന്നെ മനസ്സിലാവും. AR-Info യൂട്യൂബ് ചാനൽ കാണാം, നിങ്ങൾക്ക് വീഡിയോസ് ഒരുപാട് കിട്ടും. സോളാറിനെ കുറിച്ചുള്ള വീഡിയോസ് ഒരുപാടുണ്ട്. എന്ത് തെരഞ്ഞെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉള്ളവരൊക്കെ മുപ്പര വീഡിയോ കാണാം. എല്ലാ ലെവലിലും എല്ലാ കിലോ വാട്ട്സിലും ചെയ്തിട്ടുണ്ട്. അതെ, നമുക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് വീഡിയോസ് അതെ ഞാൻ പറഞ്ഞത് കറണ്ട് ബില്ല് മൊത്തം ഒഴിവാക്കി വിചാരിച്ചുകൊണ്ട് എയിം ചെയ്തിട്ട് ആരും വരണ്ട. സോളാറിലേക്ക് ഫെസിലിറ്റി എന്നുള്ളത് സ്വന്തമായിട്ട് കറണ്ട് നിർമ്മിക്കാം. നമുക്ക് ആവശ്യമായ കറണ്ട് നമ്മൾ സൗരോർജ്ജം നമുക്ക് യൂസ് ചെയ്യാം. ആ രീതിക്ക് നമുക്ക് ചെയ്യാവുന്ന സിസ്റ്റം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, AR-Infoന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്ന മലപ്പുറം ജില്ലയിൽ താനൂരാണ്. താനൂര് നമ്മളൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ഒരു 3 kW ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾ ചെയ്തേക്കണേ ഹനീഫയുടെ വീട്ടിലാണ്. താനൂര് ഹനീഫയുടെ വീട്ടിലാണ്. അപ്പൊ ആളൊരു പ്രവാസിയാണ്. അപ്പൊ ആളെന്നോട് നേരത്തെ പറഞ്ഞിരുന്നു ലീവിന് വരുന്ന സമയത്ത് നമുക്കൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്യണം. എന്തായാലും ഓൺ ഗ്രിഡ് സിസ്റ്റം നമുക്ക് വേണ്ട, കാരണം KSEBയുടെ നൂലാമാലകളൊന്നും നമുക്ക് വേണ്ട. നമുക്ക് നോർമൽ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം, നമ്മളുടെ ആവശ്യത്തിനുള്ളൊരു സിസ്റ്റം. അതായത് ഇതിൽ നിന്ന് വരുന്ന എനർജി നമുക്ക് ഉപയോഗിക്കുക, KSEBക്കോ കാര്യങ്ങളും കൊടുക്കാതെ നമ്മളുടെ ബാറ്ററിയിലോട്ട് സ്റ്റോർ ചെയ്ത് നമുക്കൊരു ഇൻവെർട്ടർ വഴി നമ്മളുടെ വീട്ടിലെ എല്ലാ ഉപയോഗങ്ങളും നടത്താവുന്ന രീതിക്ക് ഒരു സിസ്റ്റം. അപ്പൊ അത്തരത്തിലൊരു സിസ്റ്റമാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന് നമ്മൾ യൂസ് ചെയ്തിരുന്ന പാനൽ പറഞ്ഞാൽ ഹാഫ് കട്ട് മോണോപ്പറക്കിൽ ബൈഫേഷ്യൽ പാനലാണ്. അതും UTL സോളാറിന്റെ പാനൽസ് ആണ്. ഹാഫ് കട്ട് മോണോപ്പറക്കിന്റെ 2 പാനലാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത്. അപ്പൊ പല ആളുകളും ചോദിക്കാറുണ്ട്, കമന്റ് ആയിട്ടൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്, നിങ്ങൾ 3 kV സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് 2 പാനൽ വെക്കുന്നത് ചോദിക്കാറുണ്ട്. അപ്പൊ കാരണം നമ്മൾ ഈ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ ബാറ്ററിക്ക് അനുസരിച്ചാണ് നമ്മൾ പാനലുകൾ കൊടുക്കുക. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു സിസ്റ്റത്തിലൂടെ നമ്മൾ 3000 വാട്ട്സിന്റെ ഒരു 3 kWന്റെ ഇൻവെർട്ടർ ആണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ 3 kW സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഓൾറെഡി ചെയ്യുന്ന പോലെ പാനലുകൾ നമ്മൾ 3000 വാട്ട്സ് പാനൽ ബാറ്ററി സിസ്റ്റത്തിൽ നമ്മൾ കൊടുക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ബാറ്ററികൾ ഡാമേജ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 2 ബാറ്ററി ആണെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ 3 പാനൽ നമുക്ക് കൊടുക്കാം. ഇവിടെ നമ്മളിപ്പോ ഒരു പാനൽ കൂടി ഉള്ള സ്പേസ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ നമുക്ക് ഭാവിയിൽ ഒരു പാനൽ കൂടി അവർക്ക് ആഡ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഇപ്പൊ 2 പാനൽ വെക്കുക, 2 ബാറ്ററി 200 Ah UTLന്റെ ബാറ്ററിയാണ്. അത് 5 ഇയർ നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടുന്ന ബാറ്ററിയാണ്. അപ്പൊ 2 ബാറ്ററിയും 2 പാനലും വെച്ചിട്ട് ഇപ്പൊ ചെയ്യുക. പിന്നീട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യുക. അതായത് പാനൽ വേണമെങ്കിൽ ഒരെണ്ണം കൂടി ആഡ് ചെയ്ത് നമുക്ക് ഡേ ടൈമിൽ കുറച്ചുകൂടി ലോഡുകൾ കൊടുക്കാവുന്ന രീതിക്ക് നമുക്ക് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ നമ്മൾ ഈ ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ 2 പാനൽ 540 വാട്ട്സിന്റെ ഹാഫ് കട്ട് മോണോപ്പറക്കിന്റെ 2 പാനലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹാഫ് കട്ട് പറഞ്ഞാൽ ഇതിന്റെ സെന്റർ പോർഷൻ കട്ടിംഗ് ആണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഷെയ്ഡോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ പ്രൊഡക്ഷൻ നടക്കാവുന്ന രീതിക്ക് ഒരു സിസ്റ്റമാണ്. അപ്പൊ ഇവിടെ നോർമലി കുറച്ച് ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം രാവിലെ ആകുമ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഷെയ്ഡ് ഉണ്ട്, വൈകുന്നേരം ആകുമ്പോൾ ഈ സൈഡിലും കുറച്ച് ഷെയ്ഡൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്ന രീതിക്ക് നമ്മൾ ഹാഫ് കട്ട് മോണോപ്പറക്കിന്റെ ബൈഫേഷ്യൽ പാനലാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ബോട്ടം സൈഡ് നമ്മൾ ക്ലിയർ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഒരു 5% അല്ലെങ്കിൽ 10% നമുക്ക് പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടും. അപ്പൊ അത്തരത്തിലുള്ള സിസ്റ്റം നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ UTLന്റെ ബാറ്ററിയാണ് 200 Ah. അതുപോലെ ലഗ്നോന്റെ 3 kV ഇൻവെർട്ടർ ആണ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ ആശാ പവറിന്റെ 60 ആംപിയറിന്റെ MPPT ഒക്കെ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിന് വേണ്ടി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ ലൈറ്റിംഗ് കറക്ഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു മൾട്ടി സ്പൈക്ക് ലൈറ്റിംഗ് കറക്ഷൻ ഒന്ന് വിഷ്വൽ ചെയ്യൂ. ഇതൊരു 8 മീറ്റർ സറൗണ്ടിങ് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പൊ നമ്മുടെ വീടിനും നമ്മുടെ പാനലിനും കൂടി പ്രൊട്ടക്ഷൻ കിട്ടാവുന്ന രീതിക്കാണ് ഈ ഒരു ലൈറ്റിംഗ് കറക്ഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പൊ ഇതിൽ നമ്മളൊരു 50 mm ഡൗൺ കണ്ടക്ടർ കേബിൾ ആണ് യൂസ് ചെയ്തതിന്. ഇത് നേരെ നമ്മൾ കൊണ്ടുപോയി താഴേക്ക് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എർത്തിങ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ പ്രോപ്പറായിട്ട് എർത്തിങ്ങിന്റെ കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് തനതായ രീതിക്കാണ് ഈ ഒരു എർത്തിങ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മുടെ പാനലിനുള്ള പ്രൊട്ടക്ഷനും ജസ്റ്റ് നമ്മുടെ വീടിനും കൂടി ഒരു പ്രൊട്ടക്ഷൻ കിട്ടാവുന്ന രീതിക്കാണ് ഈ ഒരു ലൈറ്റിംഗ് കറക്ഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ പലരും ഒരു ചെറിയ 2 പാനൽ വെക്കുന്നിടത്തൊന്നും ഈ ലൈറ്റിംഗ് കറക്ഷൻ പലരും കൊടുക്കാറില്ല. പക്ഷെ നമുക്ക് ലൈറ്റിംഗ് കറക്ഷൻ കൊടുക്കേണ്ടതിന്റെ ആവശ്യകത എന്താ വെച്ചാൽ എന്തെങ്കിലും തരത്തിൽ നമ്മുടെ പാനലിന് ലൈറ്റിങ്ങിന്റെ പ്രോബ്ലം ഇടിമിന്നൽ ഏൽക്കാനോ, കാരണം അത്രയും ഹൈറ്റിൽ നമ്മൾ വെക്കുന്നതാണ്. അപ്പൊ ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇൻ കേസ് ഇടിമിന്നൽ ഏറ്റ് കഴിഞ്ഞാൽ നമ്മുടെ പാനലിൽ നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനികൾ പലതരത്തിലും ഇതിന് പിന്നെ ലൈറ്റിംഗ് കറക്ഷൻ കൊടുക്കാത്തത് കൊണ്ടാണ് ഇടിമിന്നൽ ഏറ്റെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈറ്റിംഗ് കറക്ഷൻ മസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു പാനലാണെങ്കിലും ഇനി 2 or 3 പാനലാണെങ്കിലും നമ്മൾ ലൈറ്റിംഗ് കറക്ഷൻ മസ്റ്റ് ആയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ നമുക്ക് വിഷയം ഒരു പാനലിലുള്ള സ്പേസ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഭാവിയിൽ ഒരു പാനൽ ഇവർക്ക് ആഡ് ചെയ്യാം, ആ രീതിക്കാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന്റെ DC കേബിൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നേക്കുന്നത് നമ്മൾ 6 mm കേബിളാണ്. അത് മൈക്രോടെക്കിന്റെ കേബിളാണ്. ഒന്ന് വിഷ്വൽ ഇതിന്റെ ബോട്ടം സൈഡ്. അപ്പൊ സോളാറിനുള്ള DC കേബിൾ നമ്മൾ ഈ ഒരു വഴിക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ പൈപ്പിംഗ് നമ്മൾ കറക്റ്റ് ആയിട്ട് ക്ലാമ്പ് ചെയ്തിട്ടാണ് പൈപ്പിംഗ് ചെയ്തേക്കുന്നത്. അതുപോലെ ഇതിൽ നമ്മൾ 2 ഗ്രണ്ടിന്റെ പൈപ്പാണ്, സ്ക്വയർ ട്യൂബാണ് കൊടുത്തേക്കുന്നത്. ഇത് നമ്മൾ എപ്പോക്സി പെയിന്റ് ഒക്കെ അടിച്ച് നല്ല ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് നമ്മൾ 6 mm കേബിൾ ആണ് വിഷ്വൽ. DC കേബിളാണ്.
6 ആണ്. അപ്പൊ നമുക്ക് ഭാവിയിൽ പാനൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആംബിയർ കൂടിയാലും നമുക്ക് പ്രശ്നമില്ല. അതിനുള്ള കപ്പാസിറ്റി ഉള്ള കേബിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പൊ അതുപോലെ നമ്മളെ പൈപ്പിംഗ് നമ്മൾ കറക്റ്റ് ആയിട്ട് MC4ന്റെ എൻഡ് വരെ നമ്മൾ കറക്റ്റ് ആയിട്ട് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ആ താഴെ ഭാഗം ഒന്ന് വിഷയം ആ എൻഡിൽ പോസിറ്റീവും ഈ എൻഡിൽ നെഗറ്റീവും ആണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. അത് നമ്മൾ സീരിയസ് ആയിട്ട് കണക്ഷൻ കൊടുത്തേക്കുന്നത്. അത് ഏകദേശം 50 VOC വരുന്ന ഒരു പാനലാണിത്. നമ്മൾ 2 പാനൽ സീരീസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഏകദേശം നമ്മൾ 100 വോൾട്ടിലാണ് ഈ ഒരു സിസ്റ്റം നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു പാനൽ കൂടി ആഡ് ചെയ്യാം. കാരണം നമ്മുടെ MPPT അതിന് കപ്പാസിറ്റി ഉള്ള MPPT ആണ്. ആശാ പവറിന്റെ MPPT ആണ്. സൂര്യ 60 ആംബിയർ ആണ്. അപ്പൊ 60 ആംബിയർ വരെ കൊടുക്കാവുന്ന MPPT ആണ്. നമുക്ക് പാനൽ കപ്പാസിറ്റി ആണെങ്കിലും ഒരു 1800 വാട്ട്സ് വരെ പാനൽ കൊടുക്കാവുന്ന ഒരു MPPT ആണ്. അപ്പൊ നമുക്ക് ഒരു പാനൽ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേ സീരീസ് കണക്ഷൻ തന്നെ നമുക്ക് യൂസ് ചെയ്തിട്ട് പാനൽ ആഡ് ചെയ്ത് ചെയ്യാം. അതല്ലെങ്കിൽ 4 പാനൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പൊ നമ്മൾ സീരീസ് പാരലാക്കിയിട്ട് ചെയ്യേണ്ടി വരും. ആ രീതിക്ക് ചെയ്യാവുന്ന ഒരു MPPTയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ ഫുൾ ആയിട്ട് വിഷ്വൽ ചെയ്യും കറക്റ്റ് ആയിട്ട്. ആറ് കാലുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 6 കാലുകൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിങ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് പാനൽ വാഷ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് മോപ്പ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഒരു ഹൈറ്റിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പാനൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് വാഷ് ചെയ്യാൻ കഴിയും. മോപ്പ് ഉപയോഗിച്ചിട്ട് മാത്രമേ പാനലുകൾ നമ്മൾ വാഷ് ചെയ്യാവൂ. കാരണം നമ്മൾ പാനലുകൾ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രാച്ച് ആവുന്ന തരത്തിലുള്ള ഒരു ക്ലോത്തുകളും നമ്മൾ പാനലിൽ യൂസ് ചെയ്യരുത്. അപ്പോൾ മാക്സിമം നമ്മൾ സ്ക്രാച്ച് ആവാത്ത രീതിയിൽ വേണം പാനലുകൾ ക്ലീൻ ചെയ്യാൻ. അപ്പോൾ മോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. സോഫ്റ്റ് ആയ ക്ലോത്തുകൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുക. അപ്പൊ നമ്മൾ പാനലുകൾ വാഷ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ചിലർ സോപ്പ് പൊടി കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. സോപ്പ് ഉപയോഗിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം പുതിയ പാനലുകളാകുമ്പോൾ അതിൽ പ്രത്യേകിച്ച് അഴുക്കോ കാര്യങ്ങളൊന്നും ഇല്ല. പൊടി പിടിക്കുക. പൊടി ക്ലീൻ ചെയ്യാൻ നമുക്ക് നോർമൽ വാട്ടർ ഉപയോഗിച്ചാൽ മതി. വെള്ളം ഉപയോഗിക്കുക, സോഫ്റ്റ് ആയ ക്ലോത്ത് ഉപയോഗിക്കുക, സ്മൂത്ത് ആയിട്ട് ക്ലീൻ ചെയ്യുക. ഒരു പ്രശ്നമില്ല. നമ്മളെ വണ്ടിയുടെ ഗ്ലാസ് എങ്ങനെ തുടക്കുക, അല്ലെങ്കിൽ നമ്മൾ വീടിന്റെ ജനൽ എങ്ങനെ തുടക്കുക, ആ രീതിക്ക് നമുക്ക് പാനലുകൾ സ്മൂത്ത് ആയിട്ട് വാഷ് ചെയ്യാം. സ്ക്രാച്ച് ആവരുത്. കാരണം ഇത് ഗ്ലാസ് ആണ്. ഇത് സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊഡക്ഷനിൽ ബാധിക്കും. അപ്പോൾ അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പാനലുകൾ ക്ലീൻ ചെയ്യുമ്പോൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ പാനൽ വാഷ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മാസത്തിൽ ഒരു തവണയെങ്കിലും ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഈ പാനലിൽ നമുക്ക് എന്നും കിട്ടുന്ന പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അത് പലരും ചെയ്യാത്ത കാരണമാണ് സോളാർ പാനൽ ചെയ്ത് കഴിഞ്ഞിട്ട് 2 or 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഡാമേജ് സംഭവിക്കുന്നു, പ്രൊഡക്ഷൻ പണ്ടത്തെ പോലെ കിട്ടുന്നില്ല എന്നുള്ള പരാതിയൊക്കെ പലരും പറയുന്നത്. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ പാനലുകൾ മസ്റ്റായിട്ട് വാഷ് ചെയ്യുക. എവറി മന്ത് നമ്മൾ പാനൽ വാഷ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് താഴത്ത് നമ്മളെ ഇൻവെർട്ടർ, ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒരുപാട് വീഡിയോസിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇതേ സെയിം സിസ്റ്റം നമ്മൾ ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് കൂടുതലായിട്ടും പറയുന്നില്ല. ഇൻവെർട്ടർ, ബാറ്ററി, അതുപോലെ നമ്മൾ MPPT ഒക്കെ ഒന്ന് വിഷ്വൽ ചെയ്തിട്ട് നമുക്ക് വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇനി കൂടുതലൊന്നും പറയാല്ല, നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മളെ വീഡിയോ കാണാം ARN4 യൂട്യൂബ് ചാനൽ. കൂടുതൽ ആൾക്കാർ കൂടുതൽ അറിയണമെങ്കിൽ എന്താ പറയാ വർക്കിനെ കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. ARN4 യൂട്യൂബ് ചാനൽ കാണാം. നിങ്ങൾക്ക് വീഡിയോസ് ഒരുപാട് കിട്ടും. സോളാറിനെ കുറിച്ചുള്ള വീഡിയോസ് ഒരുപാടുണ്ട്. എന്ത് തെരഞ്ഞെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉള്ളവരൊക്കെ വീഡിയോ കാണാം. എല്ലാ ലെവലിലും എല്ലാ കിലോ വാട്ട്സിലും ചെയ്തിട്ടുണ്ട്. അതെ, നമുക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് വീഡിയോസ് അതെ ഞാൻ പറഞ്ഞത് കറണ്ട് ബില്ല് മൊത്തം ഒഴിവാക്കി വിചാരിച്ചുകൊണ്ട് എയിം ചെയ്തിട്ട് ആരും വരണ്ട. സോളാറിലേക്ക് ഫെസിലിറ്റി എന്നുള്ളത് സ്വന്തമായിട്ട് കറണ്ട് നിർമ്മിക്കാൻ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ അതെ സൗരോർജ്ജം നമുക്ക് യൂസ് ചെയ്യാം. ആ രീതിക്ക് നമുക്ക് ചെയ്യാവുന്ന സിസ്റ്റം കേട്ടോ. അപ്പൊ എന്തായാലും വീഡിയോ വരും, എല്ലാവരും കാണുക. ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഓക്കെ അനീഫ്, ഓക്കെ.